Hello guys, I am Rahul Raj. Welcome back to my channel Unboxing Joe. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഗെയിംസ് ഒക്കെ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ കീബോർഡ് കണക്ട് ചെയ്ത് കളിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യിപ്പിക്കണം. Here I'll never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. ഇതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു OTG അഡാപ്റ്റർ വേണം. ഇത് OTG അല്ല, നമ്മുടെ മൊബൈലിൽ നിന്നും വേറൊരു ഇതിലോട്ട് OTG കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ C ടൈപ്പ് കൺവെർട്ടർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ C ടൈപ്പ് കൺവെർട്ടർ ആണ്. ഇപ്പോൾ നമുക്ക് C ടൈപ്പ് വരുന്ന ഈ മോഡൽ ഫോൺ ഡിവൈസുകളിലൊക്കെ ഇപ്പം നമുക്ക് കൺവെർട്ടർ ഇല്ലാതെ OTG കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം C ടൈപ്പ് OTG കിട്ടിയില്ലെങ്കിൽ C ടൈപ്പ് കൺവെർട്ടർ മേടിച്ച് നമുക്ക് സാധാരണ നോർമൽ OTG മേടിച്ച് കണക്ട് ചെയ്യും. അപ്പം അതിന് കൺവെർട്ടർ ഒന്ന് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കൺവെർട്ടർ വേണം. പിന്നീട് നമുക്ക് ചെറിയൊരു OTG. ഇപ്പോൾ ഇതാണ് OTG, ഇത് പഴയൊരു OTG ആണ്. ഇപ്പോൾ ഇത് ഞാനിപ്പം ചെറിയൊരു ഇവിടെ ഷോൾഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ വയറൊക്കെ വിട്ടു പോയി കിടക്കുകയായിരുന്നു, അത് ഷോൾഡർ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു OTG നമുക്ക് വേണം. പിന്നീട് നമുക്ക് വേണ്ടത് USB ഹബ്ബാണ്. ഇപ്പോൾ USB ഹബ്ബിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അറിയാം. പെൻഡ്രൈവ് കുത്തുന്നത് നമുക്ക് ഒരുപാട് എക്സ്ട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് USB ഹബ്ബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഹബ്ബൊക്കെ അങ്ങനെയുള്ളതാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം USB ഹബ്ബ് വേണം. ഇത് നേരത്തെ മേടിച്ചാണ്, ഓൾറെഡി ഇവിടെ ലാപ്ടോപ്പ് ഉള്ള സമയത്ത് മേടിച്ചൊരു ഹബ്ബായിരുന്നു. ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ല, പുതിയൊരു ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി പഴയത് കൊടുത്തു. അപ്പം ഹബ്ബ്. പിന്നീട് നമുക്ക് ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കീബോർഡ് യൂസ് ചെയ്ത്, ഇത് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ റിവ്യൂ ചെയ്തൊരു കീബോർഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കീബോർഡ് യൂസ് ചെയ്താണ് നമ്മുടെ മൊബൈൽ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കീബോർഡ് യൂസ് ചെയ്ത് അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ കണക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഗെയിംസ് കളിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ മൗസും കൂടെ വേണം. നമുക്ക് മൗസും കൂടെ ആണ് മെയിനായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗെയിംസിനകത്തൊരു ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഇതൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മൗസ് വേണം. അപ്പോൾ അതിനൊരു മൗസ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഡെല്ലിൻ്റെ ഒരു മൗസാണ്. ഇപ്പോൾ ഡെല്ലിൻ്റെ ഒരു മൗസാണ്. ഇത് നല്ലൊരു മൗസാണ്. ഇതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ എടുത്തിട്ട് വലിയ മാസങ്ങളൊന്നും ആയിട്ടില്ല. ഇത് അധികം യൂസ് ഒന്നും ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഇതിൻ്റെ ബോക്സ് പാക്ക് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു ഡെല്ലിൻ്റെ മൗസ് തന്നെയാണ്. പിന്നെ ഒരു കീബോർഡ്. ഇപ്പോൾ ഇത് പഴയ ഒരു കീബോർഡാണ്. ഇപ്പോൾ 2 സ്വിച്ചൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. എവിടെ പോയി ആർക്കറിയാം, 2 സ്വിച്ചൊക്കെ പോയി. ഇപ്പോൾ കീബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൊബൈൽ എന്ന് പറയുമ്പോൾ റെഡ്മിയുടെ ഫോണൊക്കെ ലാൻഡ്സ്കോപ്പ് ആക്കിയാൽ ഡിസ്പ്ലേയിലും ലാൻഡ്സ്കോപ്പ് രീതിയിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ലാൻഡ്സ്കോപ്പ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലാൻഡ്സ്കോപ്പ് ആക്കിയ ശേഷം മൊബൈൽ ഇവിടെ വെക്കാം. ഇത് റെഡ്മി നോട്ട് 7 ആണ് വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് കളിച്ച് കാണിക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ഗെയിമാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഗെയിം കളിക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിന് വേണ്ടത് ഗെയിം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഗെയിം വേണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം അവിടെ കണ്ട PUBG മൊബൈൽ ലൈറ്റ് വേണം. PUBG മൊബൈൽ ലൈറ്റ് നമുക്ക് ഇത് കളിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് എന്തോ പ്ലേ ആവുന്നില്ല. അവരുടെ എന്തോ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്. ആ ഒരു PUBG മൊബൈൽ, അതുപോലെ PUBG മൊബൈൽ ലൈറ്റ് ഒന്നും പ്ലേ ആവുന്നില്ല. COD ഒന്നും, ബാറ്റിൽ ഗ്രൗണ്ട് ഒന്നും പ്ലേ ആവുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ബസ് സിമുലേറ്റർ ഇട്ട് നോക്കി. ബസ് സിമുലേറ്റർ നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് ബസ് സിമുലേറ്റർ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു കണ്ണിൻ്റെ കൂട്ടൊരു സംഭവം കാണാം. അപ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കീബോർഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ആഡ് എന്നുള്ളതിൻ്റെ ഇത് ജസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫ്രീ മോഡ് എടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമുക്ക് കീബോർഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ആരോ മാർക്കായിരുന്നു. നേരത്തെ സ്റ്റിയറിന് വെച്ചപ്പോൾ കീബോർഡ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആയില്ല. അപ്പോൾ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഇവിടോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ ഒന്നും ഒരു കീബോർഡിലും കൊടുക്കാത്ത ഒരു ലെക്ചർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലൊരു ലെക്ചർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തന്നെ കൊടുക്കുന്നില്ല, അല്ലേ കൊടുക്കുക, അല്ല അല്ല ഡി ഇപ്പുറത്തെ തന്നെ കൊടുക്കുക. അടുത്ത കീബോർഡ് എടുക്കുക. അടുത്ത കീ അവിടെ സ്റ്റിക്ക് കൊടുക്കരുത്.
കീ കൊടുത്ത് ഫുള്ള് ഇത് ചെയ്തിട്ട് ഇത് കൊടുത്താൽ മതി. ഇപ്പം മൗസിന്റെ സൗണ്ട് കണ്ടിന്യൂസ് വരും. അതിപ്പം നമ്മളിപ്പം ഇവിടേക്കത്ത് അങ്ങനെ വരുന്നതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എ കൊടുക്കാം. ഇപ്പൊ ഇൻഡിക്കേറ്റർ അതൊക്കെ നിങ്ങളിപ്പോ കീബോർഡ് ജസ്റ്റ് നിങ്ങൾക്ക് വേണം സെറ്റ് ചെയ്യാൻ, വേണം എല്ലാ കീബോർഡും സെറ്റ് ചെയ്തിട്ട് കളിക്കാം. അപ്പൊ നമുക്ക് ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് വെളിയിലോട്ട് ഇറക്കാം. ഇപ്പൊ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവൻ കീബോർഡിലാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ മൗസിന്റെ അധികം ആവശ്യം വരുന്നില്ല, കീബോർഡിൽ കളിച്ചാൽ മതി. ബ്രേക്കിൽ ഞങ്ങൾ ബ്രീതനാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ബട്ടൺസ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ സെലക്ട് ചെയ്തിട്ട് ഓരോ ബട്ടൺസ് കിടപ്പുണ്ട്, കണ്ട അക്ഷരങ്ങൾ കേട്ടോ. ആ ലെറ്റർ ഒക്കെ അതിൻ്റെ ഓരോ ബട്ടൺസ് ആണ്. അപ്പോൾ ഈ ബട്ടൺ വെച്ച് നമുക്ക് ഇതിങ്ങനെ വേണം ഗെയിം കളിക്കാം. ജസ്റ്റ് ഇപ്പോൾ ബസ് സിമുലേറ്റർ ആയാലും ഏതൊരു ഇത് വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റും. വളക്കുന്നുണ്ട് വണ്ടി പിടിച്ച്. ഓ റിവേഴ്സ്. ഇപ്പൊ ഇത് ബസ് സിമുലേറ്റർ ഇപ്പൊ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് ഇപ്പൊ പൊളി ഗെയിം ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ നോർമലി പറയുന്ന ഒരു ഗെയിം അല്ല, ഇപ്പൊ പഴയതിന്റെ കൂട്ടൊന്നും അല്ല. ഇപ്പൊ എല്ലാം അപ്ഗ്രേഡ് ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ബസ് സിമുലേറ്റർ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റായിട്ട് നമ്മൾ കീബോർഡ് ഞെക്കി വളച്ചില്ലെങ്കിൽ ടൈമിങ് ഇപ്പൊ അവിടെ എനിവേ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി ഒന്ന് വളച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും, എവിടെയെങ്കിലും തട്ടി നിൽക്കും. അപ്പൊ ഒന്നും കൂടെ റിവേഴ്സ് പോയിട്ട് വളയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണം ഇപ്പൊ ക്യാമറയിൽ ആക്കണം. അപ്പൊ ജസ്റ്റ് നമുക്കല്ല ഇപ്പം ഉണ്ടോ ഓരോ സ്പെല്ലിങ് നമ്മൾ ടെക്ക് ചെയ്തിട്ടാൽ മതി. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിനനുസരിച്ച് അവിടെ കളിക്കാൻ പറ്റും. പബ്ജിയുടെ ആയപ്പോലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഏകദേശം പബ്ജി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കീബോർഡ് സെലക്ട് ചെയ്ത് കീബോർഡ് കണക്ട് ചെയ്ത് കളിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് കളിക്കുന്നത്. ഫസ്റ്റ് കീബോർഡ് യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്ക് നമുക്ക് വിഷയം വരും. കാരണം ഫസ്റ്റ് കീബോർഡ് യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അങ്ങനെ കളിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് കീബോർഡ് അക്ഷരങ്ങൾ ലെറ്ററൊക്കെ എവിടെയാണ് നമ്മൾ ചെയ്ത് വെച്ചെന്നുള്ളത് പ്രാക്ടീസ് ആണ്. അങ്ങനെ വേണം. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള വശത്തിൽ നമ്മൾ കീബോർഡ് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റും. അതിപ്പോൾ ജസ്റ്റ് ഒരു മൗസ് പോയിന്റ് അവിടെ വന്നിരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ കണ്ടോ മൗസ് പോയിന്റ്. വണ്ടി ഇടിച്ച് ഒന്ന് വളച്ചു കൊടുക്കണ്ടേ വണ്ടി ഇടിച്ച്. ഇപ്പം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇങ്ങനെ ഇപ്പം എന്ത് ഞാൻ പറഞ്ഞ ഈ സാധനങ്ങൾ ഇത്രയും മേടിച്ചാൽ, ഞാൻ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ലാപ്പൊന്നും ഇല്ല, നമ്മുടെ മൊബൈലിൽ ഗെയിംസ് വേണം നമുക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ബസ് സിമുലേറ്റർ അല്ല, ഇപ്പോൾ കാർ ഗെയിംസ് ഏത് വേണമെങ്കിലും കളിക്കാം. ബാറ്റിൽ ഗ്രൗണ്ടും കളിക്കാം. ചില മൊബൈലിൽ ബാറ്റിൽ ഗ്രൗണ്ട് സപ്പോർട്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വേണം ഗെയിംസ് സെലക്ട് ചെയ്ത് കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗെയിംസ് വേണമെങ്കിലും ജസ്റ്റ് കളിക്കാം. അപ്പോൾ മൗസിൻ്റെ ആവശ്യം വരുന്നത് നിങ്ങൾ കണ്ടോ, ചെറിയ ചെറിയ ആയുധങ്ങൾ വരുമ്പോൾ സോങ് സെലക്ട് ചെയ്യാനൊക്കെ നമുക്ക് മൗസിൻ്റെ ആവശ്യം വരും. ഇപ്പം ബസ് സിമുലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിൽ നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണ്. ബസ് സിമുലേറ്ററിൽ നല്ലൊരു ഗ്രാഫിക്സ്, നല്ലൊരു ഗെയിം റിയാലിറ്റി ഉള്ള ഗെയിമാണ് ബസ് സിമുലേറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ബസ് സിമുലേറ്റർ തന്നെ ഞാൻ എടുത്തു വെച്ചത്. ഇപ്പം നാളെ വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കാർ ഗെയിം പ്ലേ നമുക്ക് ഇടാം. നമ്മൾ കാർ ഗെയിം പ്ലേ ഇടാം, റേസിംഗ് പ്ലേ. അതാകുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ യൂസ് എന്തുവാണ്. ഇത് 100% വർക്കായ ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാനൊരു ഫേക്ക് ആയിട്ടല്ല, ഇത് വേറൊരു ചാനൽ ഞാനിത് 2 ദിവസം കൊണ്ട് ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ OTG ഇവിടെ വന്നിട്ടില്ലായിരുന്നു. എൻ്റെ മൊബൈൽ ഓൾറെഡി സി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈൽ OTG കിട്ടില്ല. അപ്പോൾ ഇത് ഇന്നലെ വന്നതാണ്. ആമസോണിൽ ഓർഡർ ചെയ്തപ്പോൾ ഇന്നലെയാണ് ഇവിടെ വന്നത്. ആമസോണിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയാലും ചില ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തെടുക്കാം. വലിയ ഇതൊന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ പ്രൊഡക്റ്റ് നമുക്ക് ഓർഡർ ചെയ്യാം. വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിവേ ഗെയ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വളരെയധികം യൂസ്ഫുൾ ആയ ഒരു മെത്തേഡാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത് കറക്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വർക്കായി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നെ വിളി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.